അങ്ങനെ സ്പോർട്സ് കൗൺസിൽ നടത്തിയ യോഗ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് കിട്ടിയുണ്ട്. കാസർഗോഡ് നടക്കുന്ന സ്റ്റേറ്റ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഈ പോകുന്നത്. രാവിലെ ഫുഡിൻ്റെ കൂടെ കിട്ടിയ ഒരു മൗത്ത് ഫ്രഷ്നർ ചെക്ക് ചെയ്യാണ് കേട്ടോ. ഞങ്ങൾ ചെറിയൊരു അസ്വാഭാവികത തോന്നിയോണ്ട് ChatGPT ചോദിക്കൽ ഈ പാസ് ശരിക്കുള്ളേ വിവിധ വർണ്ണങ്ങളിലുള്ള പഞ്ചസാര ബോളുകൾ, വെള്ളിയില പൊതിഞ്ഞ പഞ്ചസാര ബോളുകൾ, പനിനീർ പൂവ്, വെള്ളിയില പൊതിഞ്ഞ ചെറിയ ഇല എന്നിവയാണ്. ഇറങ്ങിയപ്പോൾ മഴയില്ലായിരുന്നെങ്കിലും യാത്രയിൽ നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ ഞാൻ പയ്യെ ലെക്ചറൊക്കെ എടുത്ത് പയ്യെ പഠിക്കാനൊക്കെ തുടങ്ങി. ഒരു 10-12 ആയപ്പോഴത്തേക്കും നമ്മൾ കാസർഗോഡ് എത്തി. ഇതുപോലുള്ള കുറച്ച് കുരുട്ടുകൾ കാണുമ്പോഴാണ് ഞാൻ ഇസ്തുവിനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നത്. കണ്ണൂരിൽ നേരത്തെ എത്തിയെങ്കിൽ എന്താ, അവിടെ 2:30 ആയപ്പോഴാണ് ഞങ്ങൾ ചെറുത്തൂരുള്ള ട്രെയിൻ കയറിയത്. വന്ദേ ഭാരതിൽ വന്ന എല്ലാ സുഖവും അവിടെ തീർന്നു. ഞാൻ എങ്ങനെയൊക്കെയോ വലിഞ്ഞ് മേളിൽ കയറി. സാധാരണ അത്യാവശ്യം കുറച്ച് താന്നിരിക്കുന്ന മേളത്തെ തട്ട്, ലഗേജ് വെക്കുന്ന തട്ട് നല്ല പൊങ്ങി കയറിയിരിക്കുമായിരുന്നു. അതുകൊണ്ട് കുറച്ച് സാഹസികമായിട്ടാണ് ഞാൻ മേളിൽ കയറിയത്. പണ്ടൊരിക്കലും കരാട്ടയുടെ കോമ്പറ്റീഷൻ ആയപ്പോഴത്തേക്കും ഇങ്ങനെ ട്രെയിനിൽ ജനറലി ഞാൻ ആ തട്ടിൽ കയറാൻ ശ്രമിച്ചിട്ട് പറ്റിയില്ല. ആ വിഷമം ഞാൻ ഇന്ന് തീർത്തത്. സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മളുടെ അങ്ങോട്ട് ഓഡിറ്റോറിയത്തിലോട്ടുള്ള ബസ് വന്നു. അങ്ങനെ അതിലിറങ്ങി നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി. എല്ലാവരും അത്യാവശ്യം നല്ല കുഴഞ്ഞിരിക്കുകയാണെങ്കിലും അവസാനം ഡെസ്റ്റിനേഷനിലെത്തിയൊരു സന്തോഷമാണ് എല്ലാവരുടെയും മുഖത്ത് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ മെൻസിന് അലോട്ട് ചെയ്തിരിക്കുന്ന ആ ബിൽഡിങ്ങിലേക്ക് വന്നു. കുളിച്ച് ഫ്രഷായി യോഗ പ്രാക്ടീസ് ചെയ്യാണ്. അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ നാഷണൽ വിന്നറായ മനോജ് സാറാണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് യോഗ തന്നെയാണോ ഇത്രയും നാളും ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു പോയത്. ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്ന ഓരോരുത്തരുടെയും പെർഫെക്ഷനും ആ ഒരു ഫ്ലെക്സിബിലിറ്റിയൊക്കെ കണ്ടിട്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഓരോ പ്രായം ചെന്നവരുടെ തന്നെ ഡെഡിക്കേഷൻ കണ്ടിട്ടാണ് ഇന്നും ഇനി മുതൽ യോഗ പ്രാക്ടീസ് ചെയ്യണം ഒരു ബോധം എനിക്ക് വന്നത്. കാരണം ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കാൻ വന്നു. എന്തെങ്കില്ലാത്ത വിശപ്പായിരുന്നു എനിക്ക്. ഞാൻ കുറച്ച് കഞ്ഞി എടുത്തു, ഒരു 2 ചപ്പാത്തി എടുത്തു. പിന്നെ വന്നിട്ട് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു നമ്മൾ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങളൊരു സ്കൂളാണ് അലോട്ട് ചെയ്തത് കേട്ടോ. ഈ കാണുന്നതാണ് ഇനി നാളെ കോമ്പറ്റീഷൻ നടക്കാനുള്ള സ്റ്റേജും ഓഡിറ്റോറിയം ഒക്കെ. മൊത്തത്തിൽ 7 സ്റ്റേജോളം ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ സ്കൂളിലെത്തി. എന്തെന്നില്ലാത്ത വിശപ്പും ഫുഡൊക്കെ കഴിച്ചത് ശരിക്കും ഉപകാരമായെന്ന് എനിക്ക് മനസ്സിലായി. ഈ ഡെസ്കും ബെഞ്ചും എല്ലാം അടുക്കി പറക്കി ഞങ്ങൾ നിരത്തി വെച്ചിട്ടാണ് ഞങ്ങൾ കിടക്കാൻ പറ്റിയത്. അങ്ങനെ രാവിലെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ കുളിച്ചൊരുങ്ങി മുടിയൊക്കെ കെട്ടി. എല്ലാവരും ബ്ലാക്കാണ് കേട്ടോ. എനിക്ക് 2 സൈഡും മുടി പിന്നെ തരുമായിരുന്നു സ്വാതി ചേച്ചി. അതാകുമ്പോഴത്തേക്കും നമുക്ക് യോഗയ്ക്ക് ഡിസ്റ്റർബൻസ് ആകത്തില്ലല്ലോ. ഞങ്ങൾ വിചാരിച്ചു കൊല്ലംകാരായിരിക്കും ഇങ്ങനെ യൂണിഫോം പോലെ ഡ്രസ്സ് ഇടുന്നതെന്ന്. പോയി നോക്കിയപ്പോഴത്തേക്കും ഒരുവിധം എല്ലാവരും ബ്ലാക്കാണ്. ഞങ്ങൾ 2 പേരും ഞങ്ങളെ കാറ്റഗറിയിലെ ആൾക്കാരെ ഇങ്ങനെ വീട്ടിക്കരിച്ചിരിക്കുകയായിരുന്നു. ആദ്യത്തെ കുട്ടിയും ഇതുപോലെ ഏതൊരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് വന്നിങ്ങനെ വലിയ എക്സ്പീരിയൻസ് ഒന്നും അല്ലായിരുന്നു. ഈ കുട്ടിയാണ് കഴിഞ്ഞ 6-8 വർഷമായിട്ട് ഗോൾഡ് സിൽവറും ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ബാക്കിയുള്ളവർ കണ്ടപ്പോഴാണ് 0.25 0.5 മാർക്കിലാണ് ഈ ഫസ്റ്റ് സെക്കൻഡും ഒക്കെ മാറിപ്പോയത്. ഈവൻ പ്രൈസേ ഇല്ലാണ്ടായപ്പോൾ വെറും 0.5 മാർക്കിലാന്നേ. അത്രയ്ക്ക് ഫ്ലെക്സിബിളായിട്ടും പെർഫെക്ഷനായിട്ടാണ് ഓരോ കുട്ടികളും ചെയ്തത്. ഇനി എൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാഴ്ചവെക്കുന്നത്. അപ്പം ഞാൻ തീർന്ന് ഓടി തന്നെ ഞാൻ കാസർഗോഡാണ് എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകാൻ, എൻ്റെ കസിൻ്റെ വീട്. അങ്ങനെ അവിടെ നിന്ന് ഒരു ബസ് പിടിച്ച് നമ്മൾ കാസർഗോഡ് ഇറങ്ങാണ്. നല്ല വളഞ്ഞ് ചുറ്റി 1 മണിക്കൂർ കൊണ്ട് പോകേണ്ട സ്ഥലത്ത് ഞാൻ 2.5 മണിക്കൂർ കൊണ്ടാണ് കാസർഗോഡ് ബസ് സ്റ്റോപ്പിൽ പോയത്. അങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ തന്നെ നമ്മുടെ അഫിയും കുഞ്ഞു ആവയും കാച്ചും കൂടെ എന്നെ വിളിക്കാൻ വന്നു. അവനെ കണ്ടപ്പം വീണ്ടും ഞാൻ എസ്തുവിനെ മിസ് ചെയ്തിട്ടോ. അവനും എസ്തുവും ഒരേ പ്രായമാണ്. മാർച്ച് 1 അവൻ ജനിക്കുന്നത്, എസ്തു April 16. 10 മാസത്തിന് മുമ്പാണ് നമ്മളുടെ ഈ വീട്ടിൻ്റെ പാലാച്ച്. അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല. എപ്പോഴെങ്കിലും ഒരു തവണ വരണം എന്ന് ആഗ്രഹിച്ചാണ്. എന്തായാലും ഈ കോമ്പറ്റീഷനോടുകൂടി ഇവിടെ വന്ന് ഇവനെ കാണാനും ഇവരുടെ കൂടെ ഒരു ദിവസം നിൽക്കാനും ഒക്കെ എനിക്ക് പറ്റും. അങ്ങനെ രാത്രി ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടുത്തെ നൈറ്റ് എങ്ങനെയാണെന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നു. ഇവിടുത്തെ ഫേമസ് ആയ ചറമുറു, റാപ്പിച്ചാസിൻ്റെ ചറമുറു വാങ്ങിച്ചു തന്നു. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ അവരുടെ അവൽ മിൽക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. രാവിലെ ആയപ്പോഴത്തേക്കും കാച്ചുവിനെ ചെറുവത്തൂര് കൊണ്ടാക്കി. അങ്ങനെ ഞാൻ രാവിലെ അടുത്ത കോമ്പറ്റീഷൻ യോഗ ഡാൻസിനും കൂടെ ഞാൻ ഉണ്ടായിരുന്നു കേട്ടോ, ആർട്ടിസ്റ്റിക് ഫ്ലോ. ഞാൻ ജസ്റ്റ് കുളിച്ച് ഫ്രഷ് ആയിട്ട് അവിടെ ചെന്നിട്ടാണ് ഒരുങ്ങിയതെല്ലാം. അങ്ങനെ വലിയ താമസമില്ലാതെ തന്നെ എൻ്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഉച്ചയാവും തീരാൻ എന്ന് വിചാരിച്ചിരുന്ന പ്രോഗ്രാം 10:30 ആയപ്പോൾ തന്നെ എനിക്ക് തീർന്നായിരുന്നു കേട്ടോ. നേരത്തെ എൻ്റെ പരിപാടി തീർന്നെങ്കിലും എൻ്റെ ട്രെയിൻ ഞാൻ പോകാനിരിക്കുന്നത് 3:45 ഞാൻ ഭയങ്കര വിഷമിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെയാണ് എനിക്കൊരു ഐഡിയ തോന്നി. KSRTC ബസ് പിടിച്ച് ഞാൻ കാസർഗോഡ് ചെന്നിറങ്ങാം. കാസർഗോഡ് ചെന്നിറങ്ങില്ല, കാഞ്ഞങ്ങാട് പോയതിന് ശേഷം അവിടുന്ന് അടുത്ത ബസ് കയറി ഞാൻ കാസർഗോഡ് ചെന്നിറങ്ങി. എന്നിട്ട് അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ പോയിട്ട് അവിടുന്ന് വന്ദേ ഭാരത് ട്രെയിനിൽ കയറി ഫുൾ ടിക്കറ്റ് എടുത്ത് ഞാൻ കൊല്ലം. ഈ തീരുമാനം എടുക്കാൻ കാരണം
ഐ നോ ഇറ്റ്സ് ലിറ്റിൽ എക്സ്പെൻസീവ്, ബട്ട് ഇപ്പം ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് എൻ്റെ സേഫ്റ്റിക്കും ടൈമിനുമാണ്. മെയിനായിട്ട് ടൈം. ഞാൻ വിചാരിച്ചിരുന്നത് ലാസ്റ്റ് നിമിഷം പരിപാടി എപ്പോൾ തീരുന്നു. ഇപ്പം കുറേ പേരുടെ റീഷെഡ്യൂൾ ചെയ്ത് നേരത്തെ ആക്കിയിട്ടുണ്ട്, ചിലരുടെ ലേറ്റ് ആക്കിയിട്ടുണ്ട്. 8 മണി എന്ന് പറയുന്നത് 11 മണിക്കൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പം എൻ്റെത് ഇൻ കേസ് ലേറ്റ് ആവുകയാണെങ്കിൽ ബുക്ക് ചെയ്താൽ വേസ്റ്റ് ആവും. സോ ദാറ്റ് ഞാൻ വിചാരിച്ചത് എപ്പോൾ തീരുന്നോ അപ്പം ഉള്ള ട്രെയിൻ പിടിച്ച് കയറി പോകാമെന്നാണ്. അപ്പം ആക്ച്വലി 3:50 ട്രിവാൻഡ്രം എക്സ്പ്രസ് ഉണ്ട്, അതിന് വരാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പം അത്രയും നേരം നിൽക്കേണ്ട ആവശ്യമില്ല. ഇൻ കേസ് ഞാൻ അത്രയും നേരം നിന്നാൽ പോലും ഇപ്പം മഴ പ്രശ്നങ്ങളൊക്കെ കാരണം പല സ്ഥലത്തും 6 മണിക്കൂർ 4 മണിക്കൂർ ട്രെയിൻ പിടിച്ചിടുന്നുണ്ട്. അപ്പം ഞാൻ എത്തുമ്പം ഓൾമോസ്റ്റ് നാളെ രാവിലെ ആവും. അപ്പം അത്രയും നേരം ഞാൻ ജനറലിൽ എങ്ങനെ നിൽക്കും, ഭയങ്കര റിസ്ക്കാണ്. അപ്പം അൺപ്രഡിക്റ്റബിളും ആണ്. സീറ്റ് കിട്ടുമോ, ഇൻ കേസ് സീറ്റ് കിട്ടിയാൽ തന്നെ ട്രെയിൻ ഒത്തിരി ഡിലേ ആവും. അത്രയും മണിക്കൂറുകളോളം ഓൾമോസ്റ്റ് ഹാഫ് ഡേ ഞാൻ നിൽക്കണം. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഐ ഗീവ് പ്രയോറിറ്റി ടു മൈ സേഫ്റ്റി ആൻഡ് മൈ ടൈം. മെയിനായിട്ട് ടൈം. ഇത് എത്രയും നേരത്തെ വീട്ടിലെത്തണം അത്രയും നേരത്തെ വീട്ടിലെത്തണം. I miss Sestu and I want to study also. So I prefer that. So let's see, വന്ദേ ഭാരത് കിട്ടുമോ, വന്ദേ ഭാരതിൽ കറക്റ്റ് ടൈമിങ്ങിന് നമുക്ക് കൊല്ലം പോയി ഇറങ്ങാൻ പറ്റുമോ എന്നൊക്കെ ഇപ്പം ഒന്നും പറയാൻ പറ്റത്തില്ല. ആൻഡ് പ്ലാൻ എ എന്ന് പറയുന്നത് ഇവിടുന്ന് കാഞ്ഞങ്ങാട് എന്ന് ഇറങ്ങി അവിടുന്ന് കാസർഗോഡ് ബസ് പിടിച്ച് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്ദേ ഭാരത് കയറാനാണ് പ്ലാൻ എ. ഇൻ കേസ് അത് ഫെയിൽ ആവുകയാണെങ്കിൽ, ഇൻ കേസ് ബസ്സിൻ്റെ ലേറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം ഫെയിൽ ആവുകയാണെങ്കിൽ ഐ വിൽ സ്റ്റേ അറ്റ് ആഫ്റ്റീസ് ഹോം ആൻഡ് 3:50 ഉള്ള ട്രിവാൻഡ്രം എക്സ്പ്രസ് കയറി പോവാം കാസർഗോഡ്. ഇൻ കേസ് അതും ഫെയിൽ ആവുകയാണെങ്കിൽ ഐ വിൽ ടേക്ക് നെക്സ്റ്റ് ഡേ ഓർ നൈറ്റ് രാത്രി മാവേലി എക്സ്പ്രസ് ആണ്. പ്ലാൻ എ, ബി, സി, ഡി ഇഷ്ടംപോലെ പ്ലാൻ ഉണ്ട്. ഐ ജസ്റ്റ് വോണ്ട് ടു എക്സിക്യൂട്ട് പ്ലാൻ എ ഇറ്റ്സെൽഫ്. സോ ലെറ്റ്സ് സീ. അങ്ങനെ പ്രിയദർശിനി കയറിയില്ല എന്നുള്ള ഒരു വിഷമം അങ്ങ് മാറിക്കിട്ടി. നീലേശ്വരത്ത് നിന്ന് ഞാൻ ഒരു കാസർഗോഡുള്ള KSRTC കണ്ടു. അങ്ങനെ കയറിയപ്പോഴാണ് പ്രിയദർശിനിയാണ്. പക്ഷേ ഇത് കാഞ്ഞങ്ങാട് വെയിറ്റിംഗ് പീരീഡ് ഉള്ളതുകൊണ്ട് ഞാൻ ചിലപ്പം കാഞ്ഞങ്ങാട് പോയിട്ട് കാസർഗോഡേക്ക് വേറെ ബസ് കയറും. അങ്ങനെ പ്രിയദർശിനി തന്നെ നമ്മൾ കാസർഗോഡ് വന്നു. കാസർഗോഡ് സ്റ്റോപ്പിലല്ല, ബസ് സ്റ്റോപ്പിലല്ല, അതിന് മുമ്പായിട്ടൊരു ടെമ്പിളിൻ്റെ ഒരു സ്റ്റോപ്പിലാണ് ഇറങ്ങിയത്. എൻ്റെ പേര് കറക്റ്റ് അറിയില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റേഷനിലോട്ട് പോകാം. അങ്ങനെ ഫൈനലി നമ്മൾ സ്റ്റേഷനെത്തി. ഇവിടെ കാച്ചു എനിക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. TTRൻ്റെ അടുത്ത് ഓൾറെഡി കുറച്ച് സംസാരിച്ച് സെറ്റിൽ ചെയ്തിട്ടിരിക്കുകയായിരുന്നു. നമ്മൾ കയറാനുള്ള ട്രെയിനാണ് ഈ കിടക്കുന്നത്. 2:22 അത് തുറക്കത്തുള്ളൂ. അങ്ങനെ കാച്ചു എനിക്ക് ബിരിയാണിയും കുറച്ച് കാസർഗോഡ് സ്നാക്സും ഒക്കെ വാങ്ങിച്ചു തന്നു. ഫൈനലി വിചാരിച്ചതുപോലെ തന്നെ വന്ദേ ഭാരതിൽ കയറി. അഗെയിൻ ഇന്ന് രാത്രി 9-10 മണിയാകുമ്പോൾ എത്തും. ഞാനൊരു ബിരിയാണി ഫാനല്ല, പക്ഷേ കാസർഗോഡ് ബിരിയാണി എനിക്ക് ഇഷ്ടപ്പെട്ടു. വലിയ മസാലയൊന്നുമില്ല, നല്ല ടേസ്റ്റ്. തിരിച്ചു വരുന്നത് ഭയങ്കര ഒരു അഡ്വഞ്ചറസ് ജേർണി ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ഭയങ്കര ലക്ഷൂറിയസ് കംഫർട്ട് ജേർണിയായി മാറി. കാസർഗോഡ് നിന്ന് തുടങ്ങിയ ട്രെയിൻ ആയതുകൊണ്ട് ഫുൾ വീക്കെൻഡ് ആയിരുന്നു. എന്തായാലും വേറൊരു എക്സ്പീരിയൻസ് തന്നെ. ഒറ്റയ്ക്കൊരു ട്രെയിൻ. സമയം തള്ളി നീക്കാൻ ഇതിലും വലിയൊരു മെത്തേഡ് എനിക്ക് കിട്ടിയില്ല. ഇങ്ങനെ ലെക്ചർ കണ്ടുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ 9:30 ആയത് ഞാൻ പോലും ഓരോ നിമിഷം കഴിയുമ്പോഴും എനിക്ക് ഒത്തിരി മിസ് ചെയ്ത് വരുമായിരുന്നു. എനിക്കങ്ങ് കണ്ടോളാൻ വയ്യായിരുന്നു. ഈ സ്നാക്സൊക്കെ ഞാൻ വീട്ടിലേക്ക് വാങ്ങിച്ചു, പക്ഷേ അത് എത്തുന്നതിന് മുമ്പ് തന്നെ തീർന്നു. ആൻഡ് ഫൈനലി ഐ ആം വിത്ത് മൈ യെസ്തു. താഴെ ഉമ്മിച്ചാടേയും അപ്പച്ചാടേയും കൂടെ കിടന്നുറങ്ങിയവനാ. ഞാനിങ്ങെടുത്തുകൊണ്ട് വന്ന് എൻ്റെ അടുത്തോട്ടം കിടത്തി. അപ്പോൾ ഓക്കെ ബൈ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.